നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. CPM ആവശ്യം തള്ളി നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കൈക്കൂലി കേസിൽ പ്രതിയായ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജിനെ സംരക്ഷിക്കുന്നത് ജില്ലയിലെയും തൊടുപുഴയിലെയും CPMന്റെ ഉന്നത നേതാക്കന്മാരാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് ഐ കമ്മിറ്റി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. മുനിസിപ്പൽ ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ തൊടുപുഴ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. മുൻ DCC പ്രസിഡന്റ് റോയ് കെ പോലോ സമരം ഉദ്ഘാടനം ചെയ്തു. ഓൾ ഇന്ത്യ LIC ഏജന്റ് ഫെഡറേഷൻ അടിമാലി ബ്രാഞ്ച് കൗൺസിലിന്റെ വാർഷിക സമ്മേളനം നടന്നു. സംഘടനാ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് PN രാജീവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. താളത്തുമ്പികളായി തായമ്പകയുടെ ചെമ്പടം മുറുക്കാൻ കുട്ടിക്കൂട്ടങ്ങൾ അരങ്ങേറ്റത്തിലേക്ക്. കഞ്ഞിക്കുഴി പഴേരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിലെ 35ഓളം വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട സംഘമാണ് ചെണ്ടമേളത്തിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്നത്. വാർത്തകൾ വിശദമായി. CPM ആവശ്യം തള്ളി നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കൈക്കൂലി കേസിൽ നിരപരാധിത്വം തെളിയിക്കുമെന്നും പാർട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്നും പറയേണ്ടതെല്ലാം പറയേണ്ട സമയത്ത് പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേസിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് ഇപ്പോൾ പറയുന്നില്ലെന്നും തൊടുപുഴ റെസ്റ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ അദ്ദേഹം വ്യക്തമാക്കി. തെറ്റുകാരനല്ല എന്ന് ബോധിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ അകത്ത് നീതി പുലർത്തണമെങ്കിൽ ഞാൻ ഈ നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ മാത്രമേ എനിക്ക് സാധിക്കൂ. താങ്കൾ CPMന്റെ പാർട്ടി മെമ്പർ അല്ല എന്നിപ്പോൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ പിന്നെ എന്തുകൊണ്ട് CPMന്റെ ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ കൗൺസിലർ അടക്കം കൂടി അവർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് രാജിവെക്കാനായിട്ട് ആവശ്യപ്പെട്ടു? പാർട്ടിയല്ലേ എന്നെ തീരുമാനം. അത് സ്വാഭാവികമായിട്ട് ഇടുക്കി ജില്ലയിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ട്. ജില്ലയിലെ ആകപ്പാട് നഗരസഭയാണ്. CPMന് പറഞ്ഞുള്ള നഗരസഭ, LDFന് പറഞ്ഞുള്ള നഗരസഭയാണ്. ആ നഗരസഭയിൽ ഒരു അഴിമതി ആരോപണമോ മറ്റു കാര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനത് സ്റ്റാൻഡ് എടുക്കേണ്ടത് പാർട്ടി തന്നെയാണ്. അതായത് CPM തന്നെയാണ്. പിന്നീടാണ് മുന്നണിയായി ചർച്ച നടത്തി CPM ചർച്ച നടത്തി അതിൻ്റെ അകത്ത് ഒരു തീരുമാനം എടുക്കേണ്ടവർ തന്നെയാണ്. വരട്ടെ, ആവശ്യം വരട്ടെ, വരുമ്പോഴല്ലേ. അതിനകത്തിപ്പോൾ നമുക്ക് അവിശ്വാസം കൊണ്ടുവരണമെന്ന് പറയാൻ പറ്റും. തൽക്കാലം പാർട്ടി പറഞ്ഞ ആവശ്യത്തോട് അംഗീകരിക്കുന്നില്ല. ഒരാഴ്ചക്കുള്ളിൽ നോട്ടീസ് ഒന്ന് വിളിപ്പിക്കും. അന്നേരം പോകും, ഹാജരാകും, മൊഴിയെടുക്കും. ഭീഷണിയാണ്? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിൻ്റെ അകത്ത് ഞാൻ അവിടെ ഒന്ന് വിജിലൻസിനെ അവിടെ ഓഫീസിൽ പരിശോധന നടത്തുമ്പോൾ അവർ വരുമ്പോഴും എല്ലാം ഞാൻ എൻ്റെ ക്യാബിനിൽ ഇരിപ്പുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയെന്നും ഞാൻ ഒളിവിപ്പോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ടും പോയിട്ടൊന്നുമില്ല, അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ അകത്ത് എനിക്കൊരു കള്ളത്തരം തോന്നേണ്ട കാര്യമില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇനി എഞ്ചിനീയറെ സംബന്ധിച്ച് അദ്ദേഹം പല കമൻറ്റും പറഞ്ഞു കാണുമായിരിക്കും. അതായിരിക്കും ഉദ്യോഗസ്ഥർ അതിൻ്റെ അകത്ത് പ്രതി ചേർക്കപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നു. അപ്പം അല്ലാണ്ട് അതിൻ്റെ അകത്ത് വേറെ ഗൂഢാലോചന ഉണ്ടോയെന്നോ മറ്റു കാര്യങ്ങളുണ്ടോയെന്നോ ഒന്നും ഞാൻ അതിന് പ്രതികരിക്കാൻ ആളല്ലേ. കൈക്കൂലി കേസിൽ പ്രതിയായ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജിനെ സംരക്ഷിക്കുന്നത് ജില്ലയിലെയും തൊടുപുഴയിലെയും CPMന്റെ ഉന്നത നേതാക്കന്മാരാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് ഐ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതും വിജിലൻസ് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെ സനീഷിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതും CPMകാരനായ പ്രോസിക്യൂട്ടറുടെ സമ്മതത്തോടെയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. കൈക്കൂലി കേസിൽ പ്രതിയായ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജിനെ സംരക്ഷിക്കുന്നത് ജില്ലയിലെയും തൊടുപുഴയിലെയും CPMന്റെ ഉന്നത നേതാക്കന്മാരാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതും വിജിലൻസ് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെ സനീഷിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതും CPMകാരനായ പ്രോസിക്യൂട്ടറുടെ സമ്മതത്തോടെയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. വിജിലൻസ് കേസിൽ പ്രതിയായ ശേഷം ഒരു ദിവസം മുഴുവൻ CPMന്റെ തൊടുപുഴ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചകളിൽ സനീഷ് ജോർജ് സജീവമായി പങ്കെടുത്തിരുന്നു. തൊട്ടടുത്ത ദിവസം ചെറുതോണിയിൽ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഉന്നത നേതാക്കൾ നടത്തിയ ചർച്ചകളിലും പങ്കെടുത്തു. 2 ദിവസം പാർട്ടി ഓഫീസുകളിൽ ഉണ്ടായിരുന്നിട്ടും വിജിലൻസിന് സനീഷിനെ കൈമാറാത്തത് അർത്ഥഗർഭമാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു. അഴിമതി കേസിൽ യഥാർത്ഥത്തിൽ മുനിസിപ്പൽ ചെയർമാനോടൊപ്പം തന്നെ
CPM പാർട്ടിയുടെ നേതാക്കന്മാരും തുല്യ പങ്കാളിത്തമുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ കോൺഗ്രസ് ആരോപിക്കുന്നത്. നേതാക്കന്മാരുടെ അറിവില്ലാതെ സ്വന്തം നിലയിൽ ചെയർമാന് ഇത്രയും വലിയ അഴിമതികൾ നടത്തുവാൻ സാധിക്കുകയില്ല. ഈ കേസിൽ FIR-ൽ ചെയർമാൻ രണ്ടാം പ്രതിയാണ്. രണ്ടാം പ്രതിയായ സനീഷ് ജോർജിനെ ഇവരുടെ പാർട്ടി ഓഫീസിൽ 2 ദിവസം തുടർച്ചയായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വിളിച്ചു കൂട്ടിയത്. ഈ 2 ദിവസം അവിടെ തുടർച്ചയായിട്ടുണ്ടായിട്ടും എന്തുകൊണ്ട് ആരോപണ വിധേയനായ സനീഷ് ജോർജിനെ വിജിലൻസിന് കൈമാറാത്തത് ഒരു ദുരൂഹതയാണ്. അതൊന്ന് അന്വേഷിക്കേണ്ട. പാർട്ടി ഓഫീസിൽ തുടർച്ചയായി 2 ദിവസം ഉണ്ടായിട്ടും വിജിലൻസിനെ അറിയിക്കുകയോ അല്ലെങ്കിൽ മറ്റു നടപടികൾക്കായിട്ട് അദ്ദേഹത്തെ വിധേയനാക്കാത്തത് ഇതൊരു ഒളിച്ചുകളിയുടെ ഭാഗമായിട്ടാണ് ചെയർമാനും പാർട്ടിയും അവരൊരു എന്തോ ഒരു അന്തർധാര ഇതിനകത്തുണ്ട്. അത് പുറത്തു വരണം. ചെയർമാൻ ആരോഗ്യ കാരണം പറഞ്ഞ് അവധിയിൽ പോയതും അവധി തീരുന്നതുവരെ വൈസ് ചെയർമാന് ചുമതല കൈമാറിയതും CPM നേതൃത്വത്തിന്റെ അറിവോടെയാണ്. സനീഷ് ജോർജ് ഉടനടി ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്നും വിജിലൻസ് അറസ്റ്റ് രേഖപ്പെടുത്തണമെന്നുമാണ് പാർട്ടിയുടെ നിലപാടെന്ന് ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. സനീഷ് ജോർജിനെ സംരക്ഷിക്കുന്നതിന്റെ ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് കൈകഴുകാമെന്ന് CPM വ്യാമോഹിക്കേണ്ട. ഇത്തരം കേസുകളിൽ പ്രതിയായവരെ സംരക്ഷിക്കുന്ന പാരമ്പര്യം കോൺഗ്രസിനില്ലെന്നും അവർ അറിയിച്ചു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഷിബിലി സാഹിബ്, വൈസ് പ്രസിഡന്റ് സുരേഷ് രാജു, റോബിൻ മൈലാടി, NI ബെന്നി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുനിസിപ്പൽ ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മുനിസിപ്പൽ ഓഫീസിനു മുന്നിൽ തൊടുപുഴ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. മുൻ DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. CPM-ന്റെ രാജി ആവശ്യം സത്യസന്ധതയോടുകൂടിയാണെങ്കിൽ ഒരു നിമിഷം പാഴാക്കാതെ കൈക്കൂലി കേസിൽ പ്രതിയായ ചെയർമാനെ പുറത്താക്കുവാൻ CPM മുന്നിട്ടിറങ്ങിയാൽ UDF-ന്റെ കൗൺസിലർമാർ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്ന CPM ജില്ലാ സെക്രട്ടറിയുടെയും 13 ഇടത് കൗൺസിലർമാരുടെയും 2 ഏരിയ കമ്മിറ്റികളുടെയും അഭിപ്രായത്തെ ധിക്കരിച്ച് തലസ്ഥാനത്ത് തുടർന്ന സനീഷ് ജോർജിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുവാൻ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറുണ്ടോ എന്ന് മുൻ DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്. CPM-ന്റെ രാജി ആവശ്യം സത്യസന്ധതയോടു കൂടിയാണെങ്കിൽ ഒരു നിമിഷം പാഴാക്കാതെ കൈക്കൂലി കേസിൽ പ്രതിയായ ചെയർമാനെ പുറത്താക്കുവാൻ CPM മുന്നിട്ടിറങ്ങിയാൽ UDF-ന്റെ കൗൺസിലർമാർ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട് നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM-ന്റെ സംസ്ഥാന തലം തൊട്ടുള്ള മുഖ്യമന്ത്രി തൊട്ടുള്ള പാർട്ടി സെക്രട്ടറി തൊട്ടുള്ള കേരളത്തിലെ എല്ലാ തലങ്ങളിലുമുള്ള നേതാക്കന്മാർ അവരറിയാതെ അവരുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംവിധാനത്തിലും ഒരു അഴിമതിയും നടക്കാനുള്ള സാധ്യതകളില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ വാർത്തകളും അങ്ങനെയാണ്. അവരറിയാതെ ഒരു അഴിമതിയും നടത്താൻ അവരുടെ സമ്മതിക്കത്തുമില്ല. കാരണം പാർട്ടി ലീഡർഷിപ്പ് അറിയാതെ, പാർട്ടി തീരുമാനിക്കാതെ, പാർട്ടിക്ക് നേട്ടമില്ലാതെ ഒരാളെ കൊണ്ട് ഒരു അഴിമതി നടത്താൻ അവർ സമ്മതിക്കുമെന്ന് നമ്മൾ ആരും കരുതുന്നില്ല. കഴിഞ്ഞ 8 വർഷമായിട്ട് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ അഴിമതി പാർട്ടി അറിഞ്ഞു അഴിമതി നടത്തുന്ന ആളുകൾക്ക് എല്ലാ സംരക്ഷണവും പാർട്ടി നൽകുന്നുണ്ട്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പാർട്ടി അറിഞ്ഞ്, പാർട്ടി നേതൃത്വം അറിഞ്ഞ് നടത്തുന്ന എല്ലാവിധ അഴിമതികളും എല്ലാവിധ കൊള്ളരുതായ്മകളും ഈ സമൂഹത്തിൽ നടക്കാൻ പാടില്ല എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ചിന്തിക്കുന്ന, കേരളത്തിലെ പൊതുസമൂഹം ചിന്തിക്കുന്ന എല്ലാ കൊള്ളരുതായ്മകളും നടത്തുന്നവർക്ക് എല്ലാ പിന്തുണയും നൽകുന്ന പാർട്ടിയാണ് CPM. നമ്മളിത് 8 കൊല്ലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇന്നും ഇന്നലെയുമല്ലല്ലോ. എല്ലാ കൊള്ള സംഘത്തിനും അവർക്ക് കൂട്ടുണ്ട്, എല്ലാ പിടിച്ചുപറി സംഘത്തിനും അവരുടെ സഹായമുണ്ട്, എല്ലാ അഴിമതിക്കാരെയും അവർ സംരക്ഷിക്കുന്നു, എല്ലാ ക്രിമിനലുകളെയും അവർ സംരക്ഷിക്കുന്നു. അത് SFI ആയാലും DYFI ആയാലും ഏത് ബാനറിലുള്ളവരാണേലും ഏത് നാട്ടിലെ ഏത് ക്രിമിനൽ സംഘത്തിനും എല്ലാ സംരക്ഷണവും നൽകുന്ന പാർട്ടിയാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ പാർട്ടി എന്നുള്ളത് ആർക്കാണ് അറിയാൻ കഴിയാത്തത്?
ആ പാർട്ടി അറിയാതെ തൊടുപുഴയില് ഒരു മുനിസിപ്പൽ ചെയർമാൻ ഇതുപോലെ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി. ഇതൊരു ചെറിയ കേസാണ്, ഞാൻ അറിഞ്ഞെടുത്തോളം ചെറിയ കേസാണ്. ഇതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ നടന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നവകേരള സദസ്സ് നടന്നപ്പോ ആ നാടകം നടത്താനും ആ ജനദ്രോഹ നടപടികൾ നടത്താനും എല്ലാം വേണ്ടി നാട് നീളെ ആളുകളെ ദ്രോഹിച്ചു പണം പിരിക്കുന്നതിന് നേതൃത്വം നൽകിയ ആളുകളാണ് ഇവരെ എന്നാണ് മനസ്സിലാക്കുന്നത്. യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MH സജീവ് അധ്യക്ഷനായി. KPCC അംഗം നിഷ സോമൻ, നേതാക്കളായ തോമസ് മാത്യു കക്കുഴി, NA ബെന്നി, TJ പീറ്റർ, ചാർലി ആന്റണി, ജോൺ നെടിയപാല, ജാഫർ ഖാൻ മുഹമ്മദ്, മനോജ് കോക്കാട്ട്, K ദീപക്, തൂഫാൻ തോമസ്, ഷാഹുൽ മങ്ങാട്ട്, S ഷാജഹാൻ, ജോർജ് ജോൺ, KG സജിമോൻ, KM ഷാജഹാൻ, KA ഷഫീഖ്, റഷീദ് കപ്രാട്ടിൽ, സനു കൃഷ്ണൻ, നീനു പ്രസാദ്, നിസ സക്കീർ, റഹ്മാൻ ഷാജി, അഷ്കർ KA, ജെയ്സൺ ജോർജ്, PA ഷാഹുൽ, NA സലീം തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ അടിമാലി ബ്രാഞ്ച് കൗൺസിലിന്റെ വാർഷിക സമ്മേളനം നടന്നു. സംഘടനാ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് PN രാജീവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. LIC ഹാളിലായിരുന്നു ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ അടിമാലി ബ്രാഞ്ച് കൗൺസിലിന്റെ വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചത്. ബ്രാഞ്ച് കൗൺസിൽ പ്രസിഡന്റ് S ജഗൽകുമാർ അധ്യക്ഷത വഹിച്ചു. സംഘടനാ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് PN രാജീവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മളിപ്പോൾ ഇത് കാണുന്നതിടത്ത് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അത് ഉള്ളവർ മുഴുവൻ ഞാൻ ആദ്യകാലം മുതൽ വന്ന കാലം മുതലുള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാ ബ്രാഞ്ചിലും തന്നെ ഇവിടുത്തെ മാത്രമല്ല ഞാൻ പറഞ്ഞു. പക്ഷെ നമുക്കൊന്നുകൂടെ നമ്മളൊന്ന് ഉത്തരവാദിത്തത്തോടെ നോക്കിയാൽ, ഉത്സാഹിച്ചാൽ നമുക്ക് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരാൻ സാധിക്കും. കാരണം ഞങ്ങളിപ്പോൾ തൊടുപുഴയൊക്കെ ചെയ്ത ചേച്ചിയുടെ നേതൃത്വത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇടുക്കിയിൽ പോയി ഒരിടത്ത് തന്നെ 9 പേരെ ചോദിച്ചു. ഒരു ഏജന്റിന്റെ ഒരു CLA ഏജന്റിന്റെ കൂടെ ഉണ്ടാകുന്ന 9 പേരെ ചോദിച്ചു. ഇനി അവരെ 6 പേരെ ചേരാനുണ്ട്. അവർക്കുള്ള ഫോം കൊടുത്തിട്ടാണ്. അപ്പം തന്നെ ഞങ്ങൾ 650 രൂപ വെച്ച് വാങ്ങിക്കും. ഞങ്ങൾ 650 രൂപ ഒരു വർഷം. അതേപോലെ തന്നെ അപ്പോൾ എല്ലാ ബ്രാഞ്ചുകളിലും ഇപ്പം നമുക്ക് പുതിയ ഡെവലപ്മെന്റ് ഓഫീസർമാർ വന്നിട്ടുണ്ട്. അവരെല്ലാവരും പുതിയ ആൾക്കാരെ ചേർക്കുന്നുണ്ട്. അവരുടെ യൂണിറ്റ് മീറ്റിങ്ങുകളിൽ നമ്മളൊന്ന് പോവുക. നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ അവിടെ പോയി അവരുമായിട്ട് ആദ്യമേ സംസാരിച്ചിട്ട് ആ മീറ്റിംഗ് ഉള്ള ദിവസം പോയി കഴിഞ്ഞിട്ട് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെ കിട്ടിയിട്ടുള്ള അല്ലെ ഇതിനു മുമ്പുള്ള നേതാക്കന്മാർ നമുക്ക് വേണ്ടി സമരം ചെയ്ത് മേടിച്ചു തന്നിട്ടുള്ള ആനുകൂല്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞ് നമ്മുടെ സംഘടന എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും അവരുടെ മുമ്പിൽ പറഞ്ഞാൽ ഒരു സംശയം വേണ്ട നമ്മളോട് വരും. രാഷ്ട്രീയമില്ലാത്ത സംഘടന എന്ന് തന്നെ പറയണം. ഞങ്ങൾ അങ്ങനെ തന്നെ എല്ലാവർക്കും. സംഘടന കോട്ടയം ഡിവിഷണൽ പ്രസിഡന്റ് ജോസഫ് കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി. സമ്മേളനത്തിൽ വാർഷിക റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. സെഞ്ചുറിയൻസ്, അർദ്ധ സെഞ്ചുറിയൻസ് തുടങ്ങിയവരെയും SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു. ഷേർലി ജോസഫ്, സെബാസ്റ്റ്യൻ ജോസഫ്, VA ശിവൻപിള്ള, ജോർജ് അഗസ്റ്റിൻ, P കാമരാജ്, മേരി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി. മൂലമറ്റം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടത്തി. പൂർവ്വ അധ്യാപികയായ ചന്ദ്രിക ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. ഹെഡ് മിസ്ട്രസ് P ശ്രീകല അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ദിയ ആൻഡ് സം സ്വാഗതം ആശംസിച്ചു. PTA പ്രസിഡന്റ് പ്രകാശ് ജോർജ്, നാടക നടനും കവിയുമായ രാജീവ് തൊടുപുഴ എന്നിവർ ആശംസകൾ നേർന്നു. വിവിധ ക്ലബ് കൺവീനർമാരായ നന്ദിത CJ, ആകാശ് മനോജ് എന്നിവർ സംസാരിച്ചു. അലീന മാത്യു ഈ വർഷത്തെ ക്ലബ് പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടെ ചടങ്ങ് അവസാനിച്ചു. നെയ്യശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ പോൾ മൈലക്കച്ചാലിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉടുമ്പന്നൂർ സെന്റ് ജോർജ് ഹൈസ്കൂൾ മലയാളം അധ്യാപകൻ ബിജു ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. നെയ്ശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻസ് സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ പോൾ മൈലക്കച്ചാലിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉടുമ്പന്നൂർ സെന്റ് ജോർജ് ഹൈസ്കൂൾ മലയാളം അധ്യാപകൻ ബിജു ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിന് പ്രത്യേകിച്ച് കാരണവും നമ്മൾ അന്വേഷിക്കുന്നില്ല. നിങ്ങളെല്ലാം നല്ല വായനക്കാരാകും, ചിലരൊക്കെ നല്ല റീഡേഴ്സ് ആകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ മുമ്പ് ജോലി ചെയ്യുന്ന സ്കൂളിൽ കുട്ടികൾ വന്ന് പുസ്തകം ചോദിക്കും. ഇന്നത്തെ സമയത്തൊക്കെ പുസ്തകങ്ങൾ വന്ന് ചോദിക്കും, സാറേ ആൽക്കമിസ്റ്റ് ഉണ്ടോ? ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ മൈലപ്പോരുടെ പുസ്തകമുണ്ടോ?
അല്ലെങ്കിൽ വിങ്സ് ഓഫ് ഫയർ ഉണ്ടോ, APJ കലാം എഴുതിയ വിങ്സ് ഓഫ് ഫയർ ഉണ്ടോ, അങ്ങനെ പല പുസ്തകങ്ങൾ കുട്ടികൾ ചോദിച്ചു വരാം. വാർഡ് മെമ്പർ ഷെർലി സെബാസ്റ്റ്യൻ, ഹെഡ്മാസ്റ്റർ നോബിൻ മാത്യു, PTA പ്രസിഡന്റ് സജിമോൻ പീറ്റർ, വിദ്യാർത്ഥി പ്രതിനിധികളായ ഫിയോന ബിജു, ആമി റോസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. രേഷ്മ മെറിയം സ്വാഗതവും ഡോണ ടോമി നന്ദിയും പറഞ്ഞു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ചടങ്ങിന് മാറ്റുകൂട്ടി. കുട്ടിയുടെ ഉള്ളിലുള്ള തൊട്ടു നിർത്താൻ വേണ്ടി ആയുഷ് പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണ് വിദ്യാരംഗം കലാസാഹിത്യവേദി. പുലരിപ്പൂ പോലെ തിരിച്ചും പാടക്കാറ്റ് വിതച്ചും നമ്മുടെ സ്കൂളിലും നാടിലും അഭിമാനമായി തീർക്കാനുള്ള ആദ്യത്തെ ചുവടുവെപ്പാണിത്. ശിവപ്രിയ അജീഷ്, സയൻസ് ക്ലബ് ആരോമൽ വി, ബയോഡൈവേഴ്സിറ്റി ക്ലബ് അഞ്ജന ദീപു. ന്യൂസ് ബ്യൂറോ, തിരുമണ്ണൂർ. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും കട്ടപ്പന സെന്റ് ജോർജ് LP സ്കൂൾ തിരഞ്ഞെടുപ്പ് ചൂടിലാണ്. 5 വർഷം കൂടുമ്പോൾ മാതാപിതാക്കൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഈ കുട്ടികൾ നോക്കി നിൽക്കുമായിരുന്നു. വോട്ട് ചെയ്ത ശേഷം വരുമ്പോൾ കൈവിരലിൽ പുരട്ടിയ മഷി നോക്കിയിട്ട് കുരുന്നുകൾ പറയും 18 വയസ്സാകുമ്പോൾ ഞാനും വോട്ട് ചെയ്യുമെന്ന്. എന്നാൽ കാലം മാറി. ഇന്ന് സ്കൂളുകളിലും തിരഞ്ഞെടുപ്പിന്റെ രീതി മാറി. മനോജ് മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും കട്ടപ്പന സെന്റ് ജോർജ് LP സ്കൂൾ തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. 5 വർഷം കൂടുമ്പോൾ മാതാപിതാക്കൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഈ കുട്ടികൾ നോക്കി നിൽക്കുമായിരുന്നു. വോട്ട് ചെയ്ത ശേഷം വരുമ്പോൾ കൈവിരലിൽ പുരട്ടിയ മഷി നോക്കിയിട്ട് കുരുന്നുകൾ പറയും 18 വയസ്സാകുമ്പോൾ ഞാനും വോട്ട് ചെയ്യുമെന്ന്. എന്നാൽ കാലം മാറി. ഇന്ന് സ്കൂളുകളിലും തെരഞ്ഞെടുപ്പിന്റെ രീതി മാറി. കട്ടപ്പന സെന്റ് ജോർജ് LP സ്കൂളിലെ കുട്ടികൾക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ അതേ മാതൃകയിൽ തിരിച്ചറിയൽ രേഖകൾ നൽകി. ക്യൂ നിന്ന് നിയന്ത്രിക്കാൻ പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ഓരോ കുട്ടിയുടെയും രേഖകൾ പരിശോധിച്ച് കയ്യിൽ മഷി പുരട്ടി വോട്ടിംഗ് മെഷീന്റെ അടുത്തേക്ക് പറഞ്ഞുവിടും. മെഷീനിൽ വിരലമർത്തുമ്പോൾ കേൾക്കുന്ന ബീപ് ശബ്ദം. ആദ്യമായി വോട്ട് ചെയ്തതിന്റെ അനുഭവം, അതിന്റെ സന്തോഷം ഈ കുട്ടികളുടെ മുഖത്ത് കാണാൻ കഴിയും. കൊച്ചുകുട്ടികൾ രക്ഷിതാക്കൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് അകത്ത് കയറുവാനോ ഇതൊക്കെ ഒരു ആശങ്കയും അവർക്ക് ഇതിൻ്റെ ഒരു പ്രവർത്തന ഘട്ടങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വർഷം സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷന് വോട്ടിംഗ് മെഷീനും നാമനിർദ്ദേശ പത്രിക ഉൾപ്പെടെയുള്ള എല്ലാ ക്രമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തത്. കുട്ടികൾക്ക് പ്രത്യേക ഒരു ആവേശവും നല്ലൊരു മൂല്യബോധവും വളർത്തുവാൻ ഈ കാര്യങ്ങൾ സഹായിക്കുന്നുവെന്ന് മനസ്സിലാകുന്നു. പൊതുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വ ബോധം അവരിൽ വളർത്തുവാൻ സഹായിക്കുന്നു. എല്ലാ ഘട്ടങ്ങളിലും അധ്യാപകരുടെ സഹായം, PTA-യുടെയും എല്ലാം സഹായം ഈ ഘട്ടങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഭാവിയിൽ നല്ല ഒരു സമൂഹമായി വളരുവാൻ അവർക്ക് പ്രാപ്തരാക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഹായിക്കുന്നുവെന്ന് കരുതുന്നു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.
തുമ്പികളായി തായമ്പകയുടെ ചെമ്പടം മുറുക്കാൻ കുട്ടിക്കൂട്ടങ്ങൾ അരങ്ങേറ്റത്തിലേക്ക്. കഞ്ഞിക്കുഴി പഴയരിക്കണ്ട ഗവൺമെന്റ് ഹൈസ്കൂളിലെ 35ഓളം വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട സംഘമാണ് ചെണ്ടമേളത്തിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്നത്. സ്കൂളിലെ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളാണ് നീണ്ട 1.25 വർഷത്തെ പരിശീലനത്തിന് ശേഷം തായമ്പകയിൽ പഠനം പൂർത്തിയാക്കിയത്. മറ്റു പല സ്വകാര്യ സ്കൂളുകളിലും 10ൽ താഴെ അംഗങ്ങളുള്ള ട്രൂപ്പുകളുണ്ടെങ്കിലും ഒരു സർക്കാർ സ്കൂളിന്റെ നേതൃത്വത്തിൽ 35ഓളം കുട്ടികളെ ഉൾപ്പെടുത്തി ഒരു ട്രൂപ്പ് ഉണ്ടാക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ഇതാദ്യമാണ്. 2023 ഏപ്രിൽ 14 ഇവർക്കായുള്ള ക്ലാസുകൾ ഗുരുക്കന്മാരായ ദിജേഷ് പി ഡി, പ്രകാശൻ പി ജെ എന്നിവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. ഓൺലൈൻ ക്ലാസുകളിൽ നിന്നും റെഗുലർ ക്ലാസുകളിലേക്ക് മാറിയിട്ടും കുട്ടികളുടെ ഇടയിൽ നിലനിന്നിരുന്ന മൊബൈൽ ഫോൺ ഉപയോഗം കുറച്ച് മറ്റ് വിനോദങ്ങളിലേക്കും വിജ്ഞാനത്തിലേക്കും കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് മധ്യവേനൽ അവധിക്കാലത്ത് കുട്ടികളുടെ ഇടയിൽ നിന്ന് ഒരു ചെണ്ടമേള ട്രൂപ്പിനെ ഉണ്ടാക്കാൻ PTA നേതൃത്വത്തിൽ ശ്രമം ആരംഭിച്ചതെന്ന് PTA പ്രസിഡന്റ് ജയൻ AJ പറഞ്ഞു. ദീപം ചെണ്ടമേളം ട്രൂപ്പ് ഞങ്ങൾ കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് നമ്മുടെ സ്കൂളിലെ നല്ല രീതിയിൽ തീവ്ര പരിശീലനം ഇത് സബരിയായി തന്നെ എടുത്ത് നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. കുട്ടികളെ മറ്റ് അഡിക്ഷനുകളിൽ നിന്ന് മൊബൈൽ ഫോണിൻ്റെയും മൊബൈൽ ഗെയിമിൻ്റെയും മറ്റ് ലഹരിക്കൊക്കെ എതിരെയായിട്ട് കുട്ടികൾക്ക് നല്ലൊരു കുട്ടികളുടെ വികാസത്തിന് വേണ്ടിയിട്ട് ഉതകുന്ന രീതിയിലുള്ള നല്ലൊരു പദ്ധതി ആവിഷ്കരിക്കണമെന്നുള്ള PTA ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗത്തിൽ നിന്നാണ് ഇങ്ങനെയൊരു പ്രോജക്റ്റ് ജന്മം കൊള്ളുന്നത്. അതുപോലെ തന്നെ സ്കൂളിൽ ബാൻഡ് മേളമുണ്ട്, യോഗ പരിശീലനമുണ്ട്, മാർഷൽ ആർട്സ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ഡ്രോയിങ്, ക്രാഫ്റ്റ് എല്ലാ തരത്തിലുള്ള കഴിവുകൾ കുട്ടികളെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ അവസരങ്ങളും നമ്മൾ നൽകി വരികയാണ്. ഇതിനായി കുട്ടികളും അധ്യാപകരും മാതാപിതാക്കളും മുൻകൈയെടുത്ത് 18ഓളം ചെണ്ടകൾ വാങ്ങി. കൂടാതെ യോഗ, ഫുട്ബോൾ കോച്ചിങ്, ബാൻഡ് മേള, മാർഷൽ ആർട്സ് എന്നിവയിലും സ്കൂളിലെ കുട്ടികൾക്ക് പരിശീലനം നൽകിയിരുന്നു. അരങ്ങേറ്റത്തിന് ശേഷം അവധി ദിവസങ്ങളിൽ പൊതുപരിപാടികളിൽ കുട്ടികളുടെ ചെണ്ടമേളത്തിന് താല്പര്യമുള്ളവർക്ക് ബുക്ക് ചെയ്യാം. പ്രോഗ്രാം കോർഡിനേറ്റർ രവികുമാർ KV, ഹെഡ് മാസ്റ്റർ ഇൻചാർജ് ജൂബി ജോൺസൺ, PTA പ്രസിഡന്റ് ജയൻ AJ, 15ഓളം വരുന്ന PTA അംഗങ്ങൾ എന്നിവരുടെ നിരന്തര ശ്രദ്ധയും പരിശ്രമവുമാണ് കലാതീനം എന്ന പേരിൽ കുട്ടികളുടെ ചെണ്ടമേള ട്രൂപ്പ് യാഥാർത്ഥ്യമാക്കാൻ കാരണമായത്. എൻ്റെ പേര് പ്രകാശൻ എന്നാണ്. ഞാൻ കലാവേളി ചെണ്ടമേള സെറ്റിലെ അംഗമാണ്. എൻ്റെ കൂടെ മാഷായിട്ട് ദിജേഷ് മാഷുമുണ്ട്. ഞങ്ങൾ സഹപ്രവർത്തകരാണ്. നമ്മളിവിടെ വന്ന് ക്ലാസ് എടുക്കാൻ തുടങ്ങിയ ഒരു 49ഓളം കുട്ടികളെ ദക്ഷിണ വെച്ചു. ഇപ്പം നമുക്കൊരു 35 കുട്ടികളെ അരങ്ങേറ്റത്തിലേക്ക് നയിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കുട്ടികൾ ചെമ്പട 7 നമ്മൾ ആദ്യം തുടങ്ങിയത്. അതിനെ തുടർന്ന് പഞ്ചാരി 3, 4, 5 ലക്ഷ്മി ഇപ്പോൾ കുട്ടികൾ 1 മണിക്കൂർ നേരം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും. അതുകൂടാതെ നമുക്ക് കുട്ടികൾ ഡിസ്പ്ലേ നടത്തും. അതായത് ശിങ്കാരിമേളം, DJ, കൂടാതെ പെൺകുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാമും ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കൊരു 1/2 മണിക്കൂർ നേരം ഡിസ്പ്ലേ നടത്താൻ സാധിക്കും. പിള്ളേർ നല്ല രീതിയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. നല്ല രീതിയിൽ നമുക്ക് കുട്ടികളെ പെർഫോമൻസിലേക്ക് എത്തിക്കാൻ സാധിക്കും. ജൂലൈ 6 നടക്കുന്ന അരങ്ങേറ്റ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് TK നിർവഹിക്കും. ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, അധ്യാപക പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പിണ്ടിമന കോട്ടപ്പടി പഞ്ചായത്തിന്റെ അതിർത്തിയിൽ ഉപ്പുകണ്ടത്തിന് സമീപം ഷോക്കേറ്റ് കൊമ്പനാന ചെരിഞ്ഞു. ഉപ്പുകണ്ടത്തിനടുത്ത മുണ്ടയ്ക്കൽ എസ്റ്റേറ്റിലാണ് കൊമ്പനാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. 220 kV ലൈനിലേക്ക് പന മറിച്ചിട്ടപ്പോൾ കാട്ടുകുട്ടിക്കൊമ്പൻ ചെരിഞ്ഞതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. പിണ്ടിമന കോട്ടപ്പടി പഞ്ചായത്തിന്റെ അതിർത്തിയിൽ ഉപ്പുകണ്ടത്തിന് സമീപം ഷോക്കേറ്റ് കൊമ്പനാന ചെരിഞ്ഞു. ഉപ്പുകണ്ടത്തിനടുത്ത മുണ്ടയ്ക്കൽ എസ്റ്റേറ്റിലാണ് കൊമ്പനാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. 220 kV ലൈനിലേക്ക് പന മറിച്ചിട്ടപ്പോൾ കാട്ടുകുട്ടിക്കൊമ്പൻ ചെരിഞ്ഞതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. മേക്കപ്പാല ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വരുന്നതാണ് കാട്ടുകൊമ്പൻ ചെരിഞ്ഞ പ്രദേശം. കോടനാട്, തുണ്ടം വനമേഖലകളിൽ നിന്നും സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങുന്ന മേഖലയാണിവിടം. വിവരമറിഞ്ഞ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷനിലെ തുണ്ടം, കോടനാട് റേഞ്ചുകളിലെ വനപാലകർ സംഭവസ്ഥലത്തെത്തി. പ്രാഥമിക പരിശോധനകൾ നടത്തിയ ശേഷം ക്രെയിൻ ഉപയോഗിച്ച് ആനയുടെ ജഡം ലോറിയിൽ കയറ്റിക്കൊണ്ടുപോയി. വനംവകുപ്പ് വെറ്ററിനറി സർജന്റെ നേതൃത്വത്തിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാകും ആനയുടെ ജഡം സംസ്കരിക്കുക എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വണ്ണപ്പുറം മർച്ചന്റ് അസോസിയേഷൻ വ്യാപാരികൾക്കായി ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ സഹകരണത്തോടെ ഡെങ്കിപ്പനി പ്രതിരോധ മരുന്ന് വിതരണം നടത്തി. വണ്ണപ്പുറം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ അനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു.
വണ്ണപ്പുറം മർച്ചന്റ്സ് അസോസിയേഷൻ വ്യാപാരികൾക്കായി ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ സഹകരണത്തോടെ ഡെങ്കിപ്പനി പ്രതിരോധ മരുന്ന് വിതരണം നടത്തി. വണ്ണപ്പുറം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ അനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുമയ്യ KM, ഡിസ്പെൻസർ സ്റ്റാലിൻ KG, സൈന സലീം, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഹിമ പരീദ്, റഷീദ് തോട്ടുങ്കൽ, അസോസിയേഷൻ പ്രസിഡന്റ് സജി കണ്ണമ്പുഴ, ഭാരവാഹികളായ KH നൌഷാദ്, ബാബു കുന്നത്തുശ്ശേരി, പ്രിൻസ് MG, ഉഷാരാജൻ എന്നിവർ സന്നിഹിതരായിരുന്നു. വണ്ണപ്പുറം മർച്ചന്റ് അസോസിയേഷനും വണ്ണപ്പുറം ഹോമിയോ ആശുപത്രിയുമായി സഹകരിച്ച് നമ്മുടെ പഞ്ചായത്തിൽ ഡെങ്കിപ്പനി തടയുന്നതിനായുള്ള പ്രതിരോധം ഏർപ്പെടുന്നതിൻ്റെ ഭാഗമായി വണ്ണപ്പുറം ടൗണിൽ നിത്യേനയിരിക്കുന്ന വ്യാപാരികൾക്ക് ഏറ്റവും അത്യാവശ്യമായ പ്രതിരോധ മരുന്ന് കൊടുക്കുന്ന പ്രക്രിയയ്ക്ക് വണ്ണപ്പുറം ഹോമിയോ ആശുപത്രി അതിലേർപ്പെടുത്തിയ എല്ലാ സൗകര്യങ്ങൾക്കും വണ്ണപ്പുറം മർച്ചന്റ് അസോസിയേഷൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ലൈബ്രറി സെക്രട്ടറിമാർക്കും ലൈബ്രറിയന്മാർക്കുമുള്ള സോഫ്റ്റ്വെയർ പരിശീലനം കട്ടപ്പനയിൽ നടന്നു. ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് TS ബേബി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന പാറക്കടവ് പഴയ ബ്ലോക്ക് ഓഫീസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സോഫ്റ്റ്വെയർ പരിശീലനം സംഘടിപ്പിച്ചത്. ഇടുക്കി താലൂക്കിലെയും സമീപ താലൂക്കുകളിലെയും ഗ്രന്ഥശാലകളിലെ 160 സെക്രട്ടറിമാരും ലൈബ്രറിയന്മാരും പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. ലൈബ്രറി സെക്രട്ടറിമാർക്കും ലൈബ്രറിയന്മാർക്കുമുള്ള സോഫ്റ്റ്വെയർ പരിശീലനം കട്ടപ്പനയിൽ നടന്നു. കട്ടപ്പന പാറക്കടവ് പഴയ ബ്ലോക്ക് ഓഫീസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സോഫ്റ്റ്വെയർ പരിശീലനം സംഘടിപ്പിച്ചത്. ഇടുക്കി താലൂക്കിലെയും സമീപ താലൂക്കുകളിലെയും ഗ്രന്ഥശാലകളിലെ 160 സെക്രട്ടറിമാരും ലൈബ്രറിയന്മാരും പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് TS ബേബി ഉദ്ഘാടനം ചെയ്തു. ഇത് മനസ്സിലാക്കുന്നതിനും വലിയ ബുദ്ധിമുട്ട് നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. പിന്നെ തന്നെയല്ല, ഇത് മുഴുവൻ ചെയ്തത് നമ്മുടെ ഫോണിൽ. അപ്പോൾ ഈ മൊബൈൽ ഫോണിൽ ഇത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വളരെ സൗകര്യപ്രദമാണ്. അതുകൊണ്ട് എല്ലാവർക്കും മൊബൈൽ ഫോൺ ഉണ്ടെന്ന് വരുന്ന ആൻഡ്രോയിഡ് ഫോൺ എല്ലാവരുടെയും കയ്യിലുണ്ടെങ്കിലും അത് വളരെ സൗകര്യപ്രദമായി അതിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. പിന്നെ ഇതിനിടയ്ക്ക് കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്, അവർക്ക് അവരുടെ ഫോണിൽ വേറെ ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് നോക്കണമെന്നൊരു ടെംപ്റ്റേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ടെംപ്റ്റേഷനൊക്കെ മാറ്റി വെച്ചിട്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഇന്ന് വൈകിട്ട് വരെ ഈ ഫോണിൽ നിങ്ങൾ നോക്കാവുള്ളൂ. ഇല്ലെങ്കിൽ അതിൻ്റെ പോലെ നമുക്ക് മൊബൈൽ ഫോണിൽ ഒരു വലിയ കുഴപ്പമില്ല. ഞാനുൾപ്പെടെയുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല. നമ്മളെ ഒന്ന് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതേ കണ്ടിന്യൂ ചെയ്ത് അങ്ങോട്ട് പോകും. അതുകൊണ്ട് ഈ ക്ലാസ് ഡിസ്റ്റർബ് ആവും. അതുകൊണ്ട് എല്ലാവരും ഈ ഇന്ന് 10 മണി മുതൽ 4 മണി വരെ നമ്മുടെ മൊബൈൽ ഫോൺ ഒന്നാം ദിനം നടന്ന ലൈബ്രറി സെക്രട്ടറിമാരുടെ പരിശീലന പരിപാടി സിബി പാറപ്പായി ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളായ ടോമി കൂത്രപ്പള്ളി, സണ്ണി PA, ജോമറ്റ് ജോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. കട്ടപ്പന 1236 നമ്പർ SNDP ശാഖയുടെ ആഭിമുഖ്യത്തിൽ ബാലജനയോഗം പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ നടന്നു. പരിപാടികൾക്ക് തുടക്കം കുറിച്ച് ക്ഷേത്ര മേൽശാന്തി MS ജഗദീഷ് ശാന്തി ഭദ്രദീപം തെളിയിച്ചു. ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് ചാളനാട്ട് അധ്യക്ഷത വഹിച്ചു. കട്ടപ്പന 1236 നമ്പർ SNDP ശാഖയുടെ ആഭിമുഖ്യത്തിൽ ബാലജനയോഗം പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ നടന്നു. പരിപാടികൾക്ക് തുടക്കം കുറിച്ച ക്ഷേത്ര മേൽശാന്തി MS ജഗദീഷ് ശാന്തി ഭദ്രദീപം തെളിയിച്ചു. മധുരവും പഠനോപകരണങ്ങളും സമ്മാനിച്ചാണ് ബാലജനയോഗത്തിലെ ഓരോ കുട്ടികളെയും പ്രവേശനോത്സവത്തിലൂടെ സ്വീകരിച്ചത്. കട്ടപ്പന അമ്പലക്കവല SN ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മൽനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിൽ നിന്നും വിദ്യാഭ്യാസം ലഭ്യമാകുന്നുണ്ടെങ്കിലും യഥാർത്ഥ ലക്ഷ്യബോധത്തോടുകൂടി ഒരു സമൂഹത്തിൽ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായി എങ്ങനെ ജീവിക്കണം എന്നൊരു മുന്നറിയിപ്പാണ് ബാലവേദി എന്ന ഈ പദ്ധതിയിലൂടെ സംഘടന ലക്ഷ്യമാക്കുന്നത്. പാഠപുസ്തകത്തിൽ നിന്നും ലഭ്യമാകുന്ന അറിവിനുമപ്പുറം നന്മ നിറഞ്ഞ ഒരു ജീവിതം എങ്ങനെ നയിക്കണമെന്ന് ഗുരുവിൻ്റെ വാക്കുകളെ, സന്ദേശങ്ങളെ അത് ജീവിതത്തിൽ പകർത്തുകയും അതിനൊപ്പം തൻ്റെ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും പകർന്നു നൽകുകയും ചെയ്യണമെന്ന ഉദ്ദേശം, ആ ചിന്താഗതി കുഞ്ഞുമക്കളിൽ വളർത്തിയെടുക്കാൻ തീർച്ചയായും ഈ ബാലവേദി എന്ന ഈ പദ്ധതി ഉപകാരപ്രദമാകും. ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് ചാളനാട്ട് അധ്യക്ഷനായി. ബാലജന യോഗം അധ്യാപകരെ ആദരിച്ചു. ഭാരവാഹികളായ സജീന്ദ്രൻ പൂവാങ്കൽ, ബിനു പാറയിൽ, സാബു അറക്കൽ, വത്സമ്മ CK, ഷീഫ വിജയൻ, KR ഷാജി, രേഷ്മ KB, സജി തടത്തിൽ, ബിനു ബിജു തുടങ്ങിയവർ പ്രസംഗിച്ചു. കുട്ടികളും രക്ഷിതാക്കളും അടക്കം നിരവധി പേർ പങ്കെടുത്തു. Gracias.
കട്ടപ്പന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM ആവശ്യം തള്ളി നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കൈക്കൂലി കേസിൽ പ്രതിയായ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജിനെ സംരക്ഷിക്കുന്നത് ജില്ലയിലെയും തൊടുപുഴയിലെയും CPMന്റെ ഉന്നത നേതാക്കന്മാരാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് ഐ കമ്മിറ്റി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. മുനിസിപ്പൽ ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ തൊടുപുഴ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. മുൻ DCC പ്രസിഡന്റ് റോയ് കെ പോലോ സമരം ഉദ്ഘാടനം ചെയ്തു. ഓൾ ഇന്ത്യ LIC ഏജന്റ് ഫെഡറേഷൻ അടിമാലി ബ്രാഞ്ച് കൗൺസിലിന്റെ വാർഷിക സമ്മേളനം നടന്നു. സംഘടനാ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് PN രാജീവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. താളത്തുമ്പികളായി തായമ്പകയുടെ ചെമ്പടം മുറുക്കാൻ കുട്ടിക്കൂട്ടങ്ങൾ അരങ്ങേറ്റത്തിലേക്ക്. കഞ്ഞിക്കുഴി പഴേരിക്കണ്ട ഗവൺമെന്റ് ഹൈസ്കൂളിലെ 35ഓളം വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട സംഘമാണ് ചെണ്ടമേളത്തിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.